അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോകാവസാനത്തിന് മുമ്പ് നടക്കാനുള്ള സംഭവ വികാസങ്ങൾ, പ്രതിഭാസങ്ങൾ എല്ലാം തന്നെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അന്ത്യനാളിന്റെ ലക്ഷണങ്ങൾ, അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. വളരെ കാര്യഗൗരവത്തോടുകൂടെ, താക്കീതിന്റെ സ്വരത്തോടെ, പലപ്പോഴും ആണയിട്ടുകൊണ്ട്, സത്യം ചെയ്തുകൊണ്ട്, ചില സാഹചര്യത്തിൽ നിറം മാറിയ മുഖത്തോടുകൂടെയൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സംഭവങ്ങൾ ലോകത്തിന്റെ മുമ്പാകെ തുറന്നു തന്നത്. ഗൗരവമുള്ള വഹയി വരുമ്പോ, സന്ദേശങ്ങൾ വരുമ്പോ അവിടത്തെ മുഖത്തിനൊരു ചുവപ്പ് കാണാറുണ്ട് എന്ന് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും വിവരിക്കുന്നു. വളരെ ഗൗരവത്തിന്റെ ഭാഷയിൽ, ഗൗരവത്തിന്റെ അവസ്ഥയിലാണ് ഈ മുന്നറിയിപ്പുകളൊക്കെ ലോകത്തിന് മുമ്പാകെ അവിടുന്ന് സമ്മാനിച്ചത്, അവിടുന്ന് ലോകത്തിന് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വിഷയങ്ങൾ ഗൗരവത്തോടുകൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. ഇതൊരു തമാശയല്ല, വളരെ പ്രാധാന്യമർഹിക്കുന്ന, ഗൗരവമർഹിക്കുന്ന, നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ സഹായകമായ മുന്നറിയിപ്പുകളാണിത്. അതുകൊണ്ട് പിശാച് തലോടി ഉറക്കും പലപ്പോഴും. ആ ഉറക്കിൽ നിങ്ങൾ പെട്ടുപോകരുത്. ഈ മുന്നറിയിപ്പുകളൊക്കെ നമുക്ക് പഠിക്കാനും ചിന്തിക്കാനും ഉൾക്കൊള്ളാനും വേണ്ടിയാണ് അവിടുന്ന് സമ്മാനിച്ചത് എന്ന വസ്തുത നാം ഏവരും വിസ്മരിക്കരുത്. കഴിഞ്ഞയാഴ്ച അന്ത്യദിനത്തിന്റെ ലക്ഷണങ്ങളായി എണ്ണിപ്പറഞ്ഞ സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസ് മുഴുവനായി വിവരിക്കാൻ സമയം കിട്ടിയില്ല. പ്രവാചകർ പറയുന്നു, യതഖാറബുസ്സമാൻ, കാലം അടുത്തുകൊണ്ടിരിക്കും, സമയത്തിന് കുറവ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. നാം വിശദീകരിച്ചു. വയുഖ്ബലുൽ ഇൽമു വതൽഹറുൽ ഫിതനു വയക്സുറുൽ ഹറജു. അല്ലാഹുവിന്റെ വെളിച്ചമായ ജ്ഞാനം, യഥാർത്ഥ അറിവ്, സ്വർഗത്തിലേക്ക് വഴി കാണിക്കുന്ന വെളിച്ചമായ അറിവ്, അല്ലാഹുവിനെ മനസ്സിലാക്കി തരുന്ന മഅരിഫത്തിന്റെ ജ്ഞാനം ഉയർത്തപ്പെടും. വയുഖ്ബലുൽ ഇൽമു, യഥാർത്ഥ ജ്ഞാനം പിടിക്കപ്പെടും, ഉയർത്തപ്പെടും. ദീനിന്റെ പേരിൽ തന്നെ നടത്തുന്ന ക്ലാസുകൾ, ദീനിന്റെ പേരിൽ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും, അത്തരം വിഷയങ്ങളൊക്കെ ഹൃദയത്തിനകത്ത് ഇരുട്ട് പരത്തുന്ന വിഷയങ്ങളായി മാറും. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ജ്ഞാനമുണ്ട്, ഇതുപോലെ അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന ജ്ഞാനവുമുണ്ട്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന നമസ്കാരമുണ്ടല്ലോ, ഇല്ലേ? അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന നമസ്കാരം എന്ന് പറയുന്നത് മുനാജാത്താണ്. നമ്മുടെ സൃഷ്ടാവുമായിട്ടുള്ള അഭിമുഖ സംഭാഷണമാണ് നമസ്കാരം. അപ്പൊ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന നിസ്കാരം, ഇതുപോലെ അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന, ഏകാഗ്രതയും മനസ്സാന്നിധ്യവുമില്ലാതെ യാന്ത്രികമായി നിർവഹിക്കുന്ന നമസ്കാരം, ലം യസിദ് മിനല്ലാഹി ഇല്ലാ ബുഅദാ, അള്ളാഹുവിൽ നിന്ന് അകൽച്ചയല്ലാതെ അത്തരം നമസ്കാരം ഉണ്ടാക്കി തീർക്കുകയില്ല. ബോധപൂർവമല്ലാത്ത നമസ്കാരം, ളുഹ്ർ നിസ്കരിച്ചാൽ അള്ളാഹുവിൽ നിന്ന് ഉള്ള അകലത്തിൽ നിന്ന് കുറച്ചകന്നു. അസ്ർ നിസ്കരിച്ചാൽ കുറച്ചുകൂടെ അകന്നു. മഗ്രിബ് നിസ്കരിച്ചാൽ കുറച്ചുകൂടെ അകന്നു. എന്നാ പിന്നെ അകലാൻ നിൽക്കണ്ട, ഈ ഇടപാട് അങ്ങനെ നിർത്തി വെക്കുക എന്ന് ചില കുബുദ്ധികൾ പറയുന്നു. അത് പറ്റൂല, അടുക്കാനുള്ള മാർഗം നോക്കേണ്ടത്. അകലാനുള്ള മാർഗം ഉപേക്ഷിച്ച് അടുക്കാനുള്ള മാർഗമാണ് നാം അന്വേഷിക്കേണ്ടത്. അപ്പൊ ഈ പറഞ്ഞതുപോലെ ജ്ഞാനവും അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന ഇൽമുണ്ട്, അള്ളാഹുവിൽ നിന്നകറ്റുന്ന അറിവുണ്ട്. അത്തരത്തിലുള്ള അറിവുകളായിരിക്കും ലോകത്തുണ്ടാവുക. അള്ളാഹുവിന്റെ വെളിച്ചമായ ജ്ഞാനം പിടിക്കപ്പെടുന്നതാണ്. ഖുർആനും ഹദീസും പഠിക്കുന്നത് തന്നെ പണത്തിനോ പ്രതാപത്തിനോ ആയി മാറുന്ന കാലം വരുന്നു. സഹാബത്തെ മുന്നറിയിപ്പ് നൽകി അവിടുന്ന്. തീർന്നില്ല. വതൽഹറുൽ ഫിതനു, എവിടെയും ഫിത്നയുടെ ആധിക്യം,
വീട്ടിലും നാട്ടിലും പട്ടണത്തിലും എന്ന് വേണ്ട പള്ളിയിൽ വരെ ഫിത്ന, കുഴപ്പങ്ങൾ, ഫസാദുകൾ, എവിടെയും ഫിത്ന. ജനങ്ങൾക്ക് ഫിത്നയോടെ താല്പര്യമുള്ളൂ, സത്യത്തോട് താല്പര്യമില്ല. നല്ലത് കേൾക്കാനും നല്ലത് ചിന്തിക്കാനും നല്ലതുമായി ബന്ധപ്പെടാനും ജനങ്ങൾക്ക് താല്പര്യമില്ല. നല്ലത് കണ്ടാൽ തന്നെ അത് തിന്മയായിട്ട് വ്യാഖ്യാനിക്കാൻ വഴിയുണ്ടോ എന്ന് നോക്കുക. ഇപ്പൊ ഞാൻ ഓർത്തു പോവാ, ഞാൻ കമ്പ്യൂട്ടർ ഇട്ടിട്ട് ഖുർആനോ ഹദീസോ ഒക്കെ സെർച്ച് ചെയ്യലുണ്ട് ഇടക്കിടക്ക്. കാരണം ഇന്ന് ആധുനിക യുഗത്തിൽ നമ്മൾ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണമല്ലോ. അതൊരു സഹോദരൻ വന്ന് കണ്ടിട്ട് പുറത്തു പോയി പറഞ്ഞു, മുസ്ലിയാർ റൂമിൽ ഇപ്പൊ TV ആണ്. അപ്പൊ ഇത് നല്ല വ്യാഖ്യാനം കൊടുക്കാൻ സൗകര്യം ഉണ്ടെങ്കിലും അതിന് സൗകര്യമില്ല, അത് പഠിക്കാനും സൗകര്യമില്ല. ഫിത്ന എവിടെയും, വീട്ടിലും നാട്ടിലും എവിടെയും ഫിത്നയുടെ ആധിക്യമുണ്ടാകുന്ന കാലം നന്മ ജനങ്ങൾക്ക് താല്പര്യമുണ്ടാവുകയില്ല. തിന്മയുടെ പിറകെയായിരിക്കും ആളുകൾ ഉണ്ടാവുക. തീർന്നില്ല, വയക്സുറുൽ ഹറജു, ഹറജ് അധികരിക്കും സഹാബത്തെ. അന്ത്യദിനത്തിന്റെ മുന്നോടിയായി ഹറജ് വല്ലാതെ വർദ്ധിക്കുമെന്ന് പറഞ്ഞപ്പോ ഖാലൂ വമൽ ഹറജു യാ റസൂലല്ലാഹ്, എന്താണ് ഹറജ്? ഹറജ് അധികരിക്കുമെന്ന് പറഞ്ഞല്ലോ, എന്താണത്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് ആ ചോദ്യത്തിനു മറുപടി പറഞ്ഞു, അൽ ഖത്ലു, കൊലപാതകം തന്നെ. കൊല എന്ന് പറയുന്നത് ഒരു വിഷയമേ അല്ലാതെ പിൽക്കാലത്ത് മാറും സ്വഹാബത്തെ. കൊലപാതകം നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇന്നത്തെ സാഹചര്യം നോക്കൂ, സ്നേഹബന്ധങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. കുടുംബ രക്തബന്ധങ്ങൾക്കോ കുടുംബ മൂല്യങ്ങൾക്കോ ഇന്ന് വിലയില്ലാതെയായി പോയി. മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാർത്ഥതയും താൻ പോരിമയുമായി മാറി, അല്ലേ? കുടുംബ വഴക്കുകൾ, ഭീകരവാദ പ്രവർത്തനങ്ങൾ, വർഗീയ കലാപങ്ങൾ, വ്യക്തിവൈരാഗ്യങ്ങൾ, വീക്ഷണ വൈജാത്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊലപാതകത്തിലാണ് എത്തിക്കുന്നത് മനുഷ്യരെ പലപ്പോഴും. ഈ പറയപ്പെട്ട കാരണങ്ങളിലൂടെ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ ദിനേന എത്ര മനുഷ്യ മക്കളാണ് അറുകൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? എത്രയെത്ര ഓരോ ദിവസവും എത്ര മനുഷ്യരാണ് വധിക്കപ്പെടുന്നത്. ഇത് അന്ത്യദിനത്തിന്റെ മുന്നോടിയായി സംഭവിക്കും. നബി തങ്ങൾ പറഞ്ഞത് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട് മറ്റൊരു ഹദീസിൽ, ബൈന യദൈ സാഅതി അയ്യാമുൽ ഹറജ്, ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായി കൊലപാതകത്തിന്റെ ദിനങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കും. എന്നെങ്കിലും എപ്പോഴെങ്കിലും ഒരു കൊലയല്ല, അയ്യാമുൽ ഹറജ്, കൊലപാതകത്തിന്റെ ദിനം. ഓരോ ദിനവും നമ്മുടെ കയ്യിൽ കിട്ടുന്ന പത്രങ്ങൾ കൊലപാതകത്തിന്റെ വാർത്തയില്ലാത്ത പത്രം നമുക്ക് കിട്ടാറുണ്ടോ? അയ്യാമുൽ ഹറജ്, കൊലപാതകത്തിന്റെ ദിനങ്ങൾ. ഓരോ ദിനവും കൊല ചെയ്യപ്പെട്ട വാർത്തകൾ എത്താത്ത ദിനമുണ്ടായിരിക്കുകയില്ല. യസൂലു ഫീഹൽ ഇൽം വയൽഹറു ഫീഹൽ ഫിതനു, യഥാർത്ഥ അറിവ് അന്ന് നീങ്ങിപ്പോകും, വിവരക്കേടായിരിക്കും, ജഹാലത്തായിരിക്കും, എവിടെയും തലപൊക്കുക. സ്വഹീഹുൽ ബുഖാരി. ഇങ്ങനത്തെ കാലം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകി. നമുക്കറിയാം, ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ, അജ്ഞാന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗത്തിന് മുമ്പുണ്ടായിരുന്ന അറബികൾ നിസ്സാര കാര്യത്തിന് യുദ്ധം ചെയ്യുന്നവരായിരുന്നു. ഒരു കബീലയിലെ, ഒരു കുടുംബത്തിലെ ഒട്ടകം മറ്റേ കബീലയിൽ പോയി മേഞ്ഞാൽ അതിന് വർഷങ്ങളോളം യുദ്ധം. ഇതായിരുന്നു അവരുടെ കൾച്ചർ, അവരുടെ സ്വഭാവം ഇതായിരുന്നു. ആ കാട്ടറബികളെപ്പോലും നാണിപ്പിക്കും വിധം, അവരെ കടത്തിവെട്ടും വിധമായി ഇന്നത്തെ കൊലപാതക ശൃംഖലകൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയോ, മഴക്കാലത്ത് വാഹനമോടിച്ചു കൊണ്ടിരിക്കുമ്പോ ചളിവെള്ളത്തിലൂടെ കാറിന്റെ ടയർ കയറി ഇറങ്ങിയിട്ട് റോട്ടിലുള്ള വെള്ളം ചളി ശരീരത്തിലായതിന്റെ പേരിൽ വാഹനമോടിച്ച മനുഷ്യനെ നടുറോട്ടിൽ തല്ലിക്കൊന്നത് അമേരിക്കയിലല്ല, ബ്രിട്ടനിലല്ല, ഈ കൊച്ചു കേരളത്തിൽ. വാഹനത്തിൽ നിന്ന് ശരീരത്തിലേക്ക് ചളി തെറിച്ചു, അത് വാക്കേറ്റമായി അവസാനം കാർ ഡ്രൈവറെ തല്ലിക്കൊന്നു. ഈ കേരളത്തിൽ ഇല്ലേ? എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ടായത്, അല്ലേ? നേതാവിന്റെ ആജ്ഞ പാലിക്കുന്ന അനുയായി കൊലപാതക യന്ത്രമായി മാറുകയാണ്.
ഒരു ഭാഗത്ത് പണത്തിനു വേണ്ടി ആരെയും ആക്രമിക്കാനും വധിക്കാനും തയ്യാറുള്ള വാടക കൊലയാളികൾ മറ്റൊരു ഭാഗത്ത് വിലസുന്നു. അത്തരത്തിലുള്ള വാടക കൊലയാളികൾക്ക് ഭരണതലത്തിൽ നിന്ന് പരോക്ഷമായ പിന്തുണയും സഹായവും കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമില്ലേ ഇതൊക്കെ? അത്തരം വാടക കൊലയാളികൾ കൊലപാതകത്തെ മാന്യമായ തൊഴിലായിട്ടാണ് കാണുന്നത്. നേതാവിന്റെ ആജ്ഞ പാലിച്ച് കൊലക്കത്തിയുമായി ഒരു വ്യക്തിയുടെ നേരെ പാഞ്ഞെടുക്കുന്ന മനുഷ്യൻ രാഷ്ട്രീയ അനുയായി, അല്ലെങ്കിൽ പ്രതിയോഗിയിൽ നിന്ന് പണം പറ്റിയിട്ട് ഈ പ്രതിയോഗിയായ മനുഷ്യൻ ചൂണ്ടിക്കാണിക്കുന്നവന്റെ നേരെ കൊലക്കത്തിയുമായി ഓടിയെടുക്കുന്ന വാടക കൊലയാളി, അവർക്കൊന്നും അറിയില്ല എന്തിനാണ് ഞാൻ ഈ മനുഷ്യനെ കൊല്ലുന്നതെന്ന്. ഇന്ന ജില്ലയിലെ ഇന്ന വാർഡിലെ ഇത്രാം നമ്പർ വീട്ടിലെ ഇന്ന മനുഷ്യനെ ഇന്ന സമയത്ത് നീ വധിക്കണമെന്ന് പറയുമ്പോ ആ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി പോകുന്ന കൊലയാളിക്കറിയില്ല താൻ എന്തിനാണ് ഈ മനുഷ്യനെ വകവരുത്തുന്നതെന്ന്. കൊല്ലപ്പെടുന്ന വ്യക്തിക്കും അറിയില്ല. കൊല്ലാൻ വരുമ്പോ അവൻ ചോദിക്കാണ്, ആരാണ് നിങ്ങളെ വിട്ടത്? എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? എന്തിന്റെ പേരിലാണ് എന്നെ നിങ്ങൾ ആക്രമിക്കുന്നത് എന്ന് വധിക്കപ്പെടാൻ പോകുന്ന മനുഷ്യൻ ചോദിക്കുമ്പോ അത് മനസ്സിലാക്കി കൊടുക്കാതെ, അതിന്റെ കാരണം പോലും അറിയാൻ അവസരം നൽകാതെ ക്രൂരമായി അറുകൊല ചെയ്യുന്ന കാലം നമ്മുടെ നാട്ടിൽ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതൊക്കെ മുന്നറിയിപ്പിൽ നമുക്ക് പറഞ്ഞു തന്നു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ അറിയിക്കുന്നു, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ നിയന്ത്രണത്തിലാണോ അവരെ തന്നെ സത്യം, അതെ അല്ലാഹുവിനെ സത്യം, ലാ തദ്ഹബു ദുനിയാ, ഈ ദുനിയാവ് നശിച്ചു പോവുകയില്ല, ലോകാവസാനം സംഭവിക്കുകയില്ല, ഹത്താ യഅതി അലന്നാസി സമാൻ, ജനങ്ങൾക്ക് ഒരു കാലഘട്ടം വരാതെ, ജനങ്ങൾ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാതെ, ഒരു പ്രത്യേക കാലം വരാതെ ഈ ലോകത്തിന് അവസാനമില്ല. ആ കാലത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? ലാ യദിരിൽ ഖാതിലു ഫീമ ഖതല വലാ യദിരിൽ മഖ്തൂലു ഫീമ ഖുതില. ലാ യദിരിൽ ഖാതിലു ഫീമ ഖതല, ഘാതകനറിയില്ല, കൊല്ലുന്നവനറിയില്ല എന്തിനാണ് ഞാൻ കൊല്ലുന്നതെന്ന്. പണം കിട്ടിയാ മതി, കാരണം അറിയേണ്ട കാര്യമില്ല. വലാ യദിരിൽ മഖ്തൂലു ഫീമ ഖുതില, വധിക്കപ്പെട്ടവനും അറിയില്ല താൻ എന്തിനാണ് കൊല്ലപ്പെട്ടതെന്ന് അവനറിയില്ല. ബിസിനസ് കോമ്പറ്റീഷൻ ഒരു കൊല്ലപ്പെടാൻ മാത്രമുള്ള ഒരു കാരണമാണെന്ന് കച്ചവടക്കാരൻ അറിയില്ല. ബിസിനസ് കോമ്പറ്റ് മൂത്തിട്ട് കൊല്ല, അല്ലെ? അവനറിയില്ല ഇതാണ് കാരണമെന്ന്. ഇത്തരത്തിലുള്ള കാലഘട്ടം വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യണം എന്റെ ഉമ്മത്ത് എന്ന മുന്നറിയിപ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നിട്ടുണ്ട്. ഇങ്ങനത്തെ കാലം വരുമ്പോൾ എന്ത് ചെയ്യണം? ബാദിറൂ ബിൽ അഅമാൽ, ബാദിറൂ ബിൽ അഅമാൽ, പരമാവധി സുഹൃതങ്ങൾ കൊണ്ട് ജീവിതം ധന്യമാക്കിക്കോളൂ. വളരെ പെട്ടെന്ന് നന്മകൾ പ്രവർത്തിച്ചോളൂ. നാളേക്ക് വേണ്ടി കാത്തുനിന്ന് സമയം കളയണ്ട. അമലുകൾ, നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് പരമാവധി നിങ്ങൾ അധ്വാനിച്ചോളൂ. എന്തുകൊണ്ട്? ഫിതനൻ ഖത്തഇൽ ലൈലിൽ മുദ്ലിമി, കൂരിരുട്ടുള്ള രാത്രിയിലെ ഫിത്ന പോലത്തെ ഫിത്ന വരുന്നു. കൂരിരുട്ടുള്ള രാത്രിയെ പോലത്തെ ഫിത്ന. കൂരിരുട്ടുള്ള രാത്രിയിൽ കയ്യിൽ വെളിച്ചമില്ലെങ്കിൽ അവന് ദിശാബോധമുണ്ടാവില്ല. അവൻ എന്തു ചെയ്യണം, വഴിയേതെന്നറിയില്ല. ഇതുപോലെ ഈ ഫിത്നകളുടെ ആധിക്യമുണ്ടാകുമ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ മനുഷ്യ മക്കൾ അന്താളിച്ചു നിൽക്കും. അങ്ങനത്തെ കൂരിരുട്ട് പോലത്തെ ഫിത്ന വരുന്നു മുസ്ലിം സമൂഹമേ. അതിനു മുമ്പ് ബാദിറൂ ബിൽ അഅമാൽ, നിങ്ങൾ പരമാവധി നന്മകൾ ചെയ്തുകൊള്ളുക. നിങ്ങളുടെ ആഖിറം നിങ്ങൾ രക്ഷപ്പെടുത്തിക്കൊള്ളുക. അങ്ങനത്തെ ഫിത്നയുടെ കാലം വന്നാൽ യുസ്ബിഹു റജുലു മുഅ്മിനാ വയുംസി കാഫിറാ വയുംസി മുഅ്മിനാ വയുസ്ബിഹു കാഫിറാ. ഇങ്ങനത്തെ ഫിത്നയുടെ കാലം വരുമ്പോ യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ,
രാവിലെ മുഅ്മിനായ മനുഷ്യൻ സന്ധ്യാസമയത്ത് കാഫിറായിട്ടുണ്ടാകും. സന്ധ്യാസമയത്ത് മുഅ്മിനായ മനുഷ്യൻ വയുസ്ബിഹു കാഫിറ, പുലർവേളയിൽ പ്രഭാത സമയത്ത് അവൻ കാഫിറായി പോയിട്ടുണ്ടാകും. എന്ന് വെച്ചാൽ ഇസ്തിഖാമത്തിന് പറ്റില്ല, പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഈമാനോടെ പിടിച്ചു നിന്ന് ജീവിക്കാൻ സാധിക്കാത്ത കാലം ഈമാൻ അങ്ങനെ നഷ്ടപ്പെടും. അങ്ങാടിയിലിറങ്ങിയാൽ, പൊതുജനത്തിനിടയിലിറങ്ങിയാൽ, ലോകത്തിറങ്ങിയാൽ ഹറാമു വരുമെന്ന ഭയമല്ല, ഈമാൻ തകരുമെന്ന ഭയം. ഈമാനോടുകൂടെ ജീവിക്കാൻ പറ്റാത്ത കാലം ശ്രദ്ധിക്കണം. അക്കാലത്തെ വിശ്വാസികളുടെ സ്വഭാവം, അവർ ദീനിനെ വിൽക്കും. ദുനിയാവിലെ ഒരു ചരക്കിന് വേണ്ടി, ദുനിയാവിലെ സുഖസൗഖ്യത്തിന് വേണ്ടി ദീനിനെ വിൽക്കും. വില കൊടുക്കുന്നത് എന്താ? ദീനാണ്. മേടിക്കുന്നത് എന്താ മേടിക്കുന്നത്? ദുനിയാവിലെ നിസാര സമയത്തെ സുഖം. 100 രൂപ ലാഭം കിട്ടുന്ന കേസാണ്, അല്ലെങ്കിൽ 10,000 രൂപ ലാഭം കിട്ടുന്ന കാര്യമാണ്. കളവും വഞ്ചനയും പാടില്ലെന്ന് അള്ളാന്റെ ദീന് പറയുന്നു. ഈ 10,000 രൂപയുടെ മുന്നിൽ ഇവന്റെ ദീനി ഇവൻ തകർക്കുകയാണ്, ദീനിനെ വിറ്റ് കളയുകയാണ്, ദീനിനെ നശിപ്പിച്ചുകൊണ്ട് 10,000 വസൂലാക്കുകയാണ്. ഇങ്ങനത്തെ കാലം വരും സ്വഹാബത്തെ. യബീഉ ദീനഹു ബിഅറളിൻ മിനദ് ദുനിയ. ആകെ ഫിത്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ കാണാം, ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ, സതകൂനു ഫിതനുൻ, ഫിത്ന വരുന്നു നാട്ടിലാകെ. അന്ന് അൽ ഖാഇദു ഫീഹാ ഖൈറും മിനൽ ഖായിമി, ആ ഫിത്നയിൽ ഇരുന്ന് കേൾക്കുന്ന ആളുകൾ നിന്ന് പ്രസംഗിക്കുന്ന ആളുകളെക്കാൾ ഉത്തമരായിരിക്കും. അൽ ഖായിമു ഫീഹാ ഖൈറും മിനൽ മാശി, അന്ന് ഫിത്നയിൽ നിൽക്കുന്ന ആളുകൾ ഉത്തമരായിരിക്കും ആ ഫിത്നയ്ക്ക് വേണ്ടി നടക്കുന്ന ആളുകളെക്കാൾ. വൽ മാശി ഫീഹാ, ഫിത്നയിലൂടെ നടക്കുന്ന ആളുകൾ ഉത്തമരായിരിക്കും. ഖൈറും മിനസ് സാഇ, ഫിത്ന സൃഷ്ടിക്കാൻ അധ്വാനിക്കുന്ന ആളുകളെക്കാൾ. എവിടെയും ഫിത്ന ബോർഡിന്റെ അധ്യക്ഷ തലത്തിലിരിക്കുന്ന ആളുകൾ, ഫിത്ന ബോർഡിന്റെ അധ്യക്ഷന്മാർ, നേതാക്കന്മാർ, ചോട്ടാ നേതാക്കന്മാർ, സാധാരണക്കാർ, ഫിത്നക്ക് നോട്ടീസ് ഒട്ടിക്കുന്ന ആളുകൾ, ഇങ്ങനെ പല റേഞ്ചില് ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന ആളുകളായിരിക്കും ഏറ്റവും വഷളന്മാർ. ഫിത്ന കേൾക്കുന്നവർക്ക് കുറ്റത്തിൽ നിന്ന് അതിന്റെ പങ്കുണ്ടായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെയാകെ ഫിത്നയാകുമ്പോ ഈമാൻ ഹൃദയത്തിൽ അല്പമെങ്കിലുമുള്ള മുസ്ലിം വിശ്വാസി, അവന് പൊതുരംഗത്തിറങ്ങാൻ പറ്റൂല. നബി തങ്ങൾ മുന്നറിയിപ്പ് നൽകി. അനബി സഈദിൽ ഖുദരി റളിയല്ലാഹു അൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യൂശികു അൻ യകൂന ഖൈറു മാലിൽ മുസ്ലിമി ഗനമാ യഫിറു ബിദീനിഹി ശഗഫൽ ജിബാൽ. യൂശികു അൻ യകൂന ഖൈറു മാലിൽ മുസ്ലിമി ഗനമാ. എന്താണ് ഈ പറയുന്നത്? നാട്ടിലാകെ കുഴപ്പങ്ങൾ തലപൊക്കി. ദീനീ രംഗത്തും രാഷ്ട്രീയ രംഗത്തും മറ്റു രംഗത്തും മാത്രമല്ല, പരിശുദ്ധ ഇസ്ലാമിന്റെ വിഷയത്തിലും ഫിത്നകളാകെ നാട്ടിൽ തലപൊക്കി കഴിഞ്ഞാൽ സാധാരണ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലോ ഇത്. ഉസ്താദേ, സാധാരണക്കാരായ എന്താപ്പ ഞങ്ങൾ ചെയ്യാ? ന്യായം. ഇതൊക്കെ കേട്ടിട്ട് പാകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. ഒരു പാർട്ടി മറ്റേ പാർട്ടിയെ മുശ്രിക്കാക്കുന്നു, അവർ തിരിച്ചു മുശ്രിക്കാക്കുന്നു. എന്താപ്പ ഞങ്ങൾ ചെയ്യാ? ഇതിനുള്ള മറുപടി, ഇങ്ങനെയൊക്കെ സമൂഹം മലീമസമാകുമ്പോ, ഫിത്നയുടെ ആധിക്യമുണ്ടാകുമ്പോ, സാധാരണ വിശ്വാസിക്ക് കരണീയമായ മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരു ഖുർആൻ ക്ലാസ് പോലും കേട്ടിരിക്കാൻ വയ്യ, ഒരു ഹദീസ് ക്ലാസ് പോലും കേട്ടിരിക്കാൻ വയ്യ. എന്തേ കാര്യം? ഖുർആൻ ക്ലാസ്സിലും ഹദീസ് ക്ലാസ്സിലും ദീനിന്റെ വെളിച്ചമല്ല വിതരണം ചെയ്യപ്പെടുന്നത്, മസ്ലഹത്തിന്റെ മാർഗമല്ല അവിടെ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത്. അവിടെയും ഫസാദാണ്, ഗീബത്താണ്, നമീമത്താണ്, ഏഷണിയാണ്, അനൈക്യത്തിന്റെ വിത്ത് പാകുന്ന ഖുർആൻ ക്ലാസുകളാണ് എങ്ങുമുള്ളത്. ഇങ്ങനെയാകെ മലീമസമാകുമ്പോ അന്ന് അല്പം ഈമാൻ ഹൃദയത്തിലുള്ള വിശ്വാസി കുറച്ച് ആടുകളെയും കൊണ്ട് ഏതെങ്കിലും പർവ്വതത്തിന്റെ ഉച്ചിയിൽ പോയി യഫിറു ബിദീനിഹി ശഗഫൽ ജിബാൽ, അവന്റെ ദീന് സംരക്ഷിക്കാൻ വേണ്ടി, അവന്റെ വിശ്വാസത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി
പർവ്വതങ്ങളുടെ മുകളിലേക്ക് ആട്ടിൻപറ്റവുമായി കടന്നു ചെല്ലുന്ന ആ കടന്നു ചെല്ലൽ ഉത്തമമാകുന്ന ഒരു കാലം വരുന്നു എന്ന് വെച്ചാല് ഈമാനുള്ള എല്ലാ ആളുകളും കുറച്ച് ആടുകളെ മേടിച്ചിട്ട് മല കയറണം, കാട്ടിലേക്ക് പോകണമെന്ന സന്ദേശമല്ല ഈ പറയുന്നത്. ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്. എന്ന് വെച്ചാൽ ഈ ഹദീസിന്റെ ആശയം എന്താ? ഈ ഹദീസിന്റെ പാഠം എന്താ? ഓരോരുത്തരും പൊതുരംഗത്തേക്ക് വല്ലാതെ ചെവി കൊടുക്കാതെ അവനവന്റെ കാര്യങ്ങളിലേക്ക് മടങ്ങിയിട്ട്, അവനവന്റെ വിഷയങ്ങളിലേക്ക് മടങ്ങിയിട്ട്, അവനവന്റെ പ്രവൃത്തി വിലയിരുത്തിയിട്ട്, അവന്റെ തൊഴിൽ സത്യസന്ധമായി ചെയ്തിട്ട് അവനറിയുന്ന രീതിയിൽ നല്ല നിലയിൽ ജീവിക്കുക. സമൂഹത്തില് പൊതുവായി നടക്കുന്ന കോലാഹലങ്ങളിലേക്കോ വാദപ്രതിവാദങ്ങളിലേക്കോ പ്രശ്നങ്ങളിലേക്കോ ചെവി കൊടുക്കാതെ അള്ളാഹു കൊടുത്ത ഈ ബുദ്ധിയും അവനറിയുന്ന ഖുർആനികമായ അധ്യാപനങ്ങളും അവൻ മദ്രസയിൽ ഓത്തുപള്ളിയിൽ കുഞ്ഞുനാളിൽ തൊട്ടേ പഠിച്ച ഇസ്ലാമിന്റെ ഈമാനിന്റെ കാര്യങ്ങളും അവൻ അറിയാവുന്ന തരത്തിൽ ജീവിക്കുക എന്നല്ലാതെ പൊതുരംഗത്തുള്ള ഗീബത്തും നമീമത്തിലേക്കും ചെവി കൊടുക്കാതെ ജീവിക്കൽ ഉത്തമമായ ഒരു കാലം വരുന്നു. അതേത് കാലാണ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ വിലയിരുത്താൻ പറ്റുന്ന സംഭവമാണ് ഈ പറയുന്നത്. ഇങ്ങനെയാക ഫിത്ന. മുഅ്മിനായ മനുഷ്യൻ കൊതിക്കും, പടച്ചവനെ നേരത്തെ ജീവിച്ച് മരിച്ചു പോയെങ്കിൽ ഇക്കാലത്ത് ജീവിക്കാൻ ഭാഗ്യക്കേട് ഉണ്ടായല്ലോ എന്നവൻ പറഞ്ഞു പോകും. മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി ലാ തദ്ഹബുദ് ദുനിയാ, അല്ലാഹുവിനെ തന്നെ സത്യം, ഈ പ്രപഞ്ചം നശിക്കുകയില്ല. ഹത്താ യമുറ റജുലു ബിൽ ഖബർ, ഒരു മുസ്ലിമായ മനുഷ്യൻ ശ്മശാനത്തിലൂടെ നടക്കുകയാണെങ്കിൽ, പള്ളിപ്പറമ്പിലെ ഖബർസ്ഥാനിലൂടെ നടക്കുകയാണെങ്കിൽ, വയഖൂൽ, അവൻ പറഞ്ഞു പോകും മനസ്സിൽ, ലാ ലൈതനി മകാന സാഹിബി ഹാദൽ ഖബർ, ഈ ഖബറിലുള്ള മനുഷ്യൻ എത്ര ഭാഗ്യവാൻ, അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകും. ആര്? ഈമാനുള്ള മനുഷ്യന്മാര്. ഈ ഫിത്ന അവസാനിക്കില്ല. ഇത്തരത്തിലുള്ള ഫിത്നയ്ക്ക് ഒരു അറുതിയുണ്ടാവുകയില്ല. ഖിയാമത്ത് നാൾ വരെ ഈ ഫിത്ന തുടരുമെന്ന് മാത്രമല്ല, ഫിത്ന അധികമായി കൊണ്ടിരിക്കും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറയുന്നു, ബുഖാരി ഉദ്ധരിക്കുന്നു. എന്താ പറയുന്നത്? ഇസ്ബിറൂ, മുഅ്മിനീങ്ങളെ, ഈമാനിന്റെ വോൾട്ടേജ് അല്പമെങ്കിലും ഹൃദയത്തിലുള്ളവരെ, അല്പമെങ്കിലും പടച്ചവനെ പേടിയുള്ള മനുഷ്യന്മാരെ, നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. നിശ്ചയദാർഢ്യത്തോടെ നിങ്ങൾ പിടിച്ചു നിൽക്കണം കേട്ടോ. സമൂഹത്തിലെ മലീമസമായ കുത്തൊഴുക്കിൽ, ആ കുത്തൊഴുക്കിൽ നിങ്ങൾ ഒലിച്ചു പോകരുത് കേട്ടോ. നിങ്ങൾ പിടിച്ചു നിൽക്കണം, നിങ്ങൾ സബൂറാകണം. എന്തുകൊണ്ട്? ഇന്നഹു യഅതി അലൈക്കും സമാൻ, നിങ്ങളുടെ മുന്നിൽ വരുന്ന കാലമുണ്ടല്ലോ, അത് ഫിത്നയുടെ കാലമാണ്. വല്ലദീ ബഅദഹു ഹുവ ശർറും മിൻഹു ഇല്ലാ വല്ലദീ ബഅദഹു ഹുവ ശർറും മിൻഹു, അടുത്ത കാലം ഈ കാലത്തേക്കാൾ ഫിത്ന നിറഞ്ഞതായിരിക്കും, ഫസാദ് നിറഞ്ഞതായിരിക്കും. പിന്നുള്ള കാലോ ആ കാലത്തേക്കാൾ ഫസാദ് നിറഞ്ഞതായിരിക്കും. പിന്നുള്ള കാലോ അതിനേക്കാൾ. ഹത്താ തൽഖൂ റബ്ബക്കും, ലോകാവസാനം വരെ ഇതായിരിക്കും അവസ്ഥ. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നത് വരെ ഫിത്ന കൂടിക്കൊണ്ടേയിരിക്കൂ, നാശം അധികരിച്ചുകൊണ്ടേയിരിക്കൂ. ഇതിനൊരു അറുതിയും വരുമെന്ന പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ഫിത്ന ഒഴിഞ്ഞ് നന്നാകാൻ നോക്കണ്ട. ഫിത്നയുടെ ഇടയിൽ കിടന്ന് ഇസ്ബിറു, നിങ്ങൾ പിടിച്ചു നിൽക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എല്ലാ കാര്യവും പറഞ്ഞു. ഇന്ന് മുസ്ലിം തമ്പുരാക്കന്മാരുടെ, ഈ സമൂഹത്തിന്റെ ലീഡർഷിപ്പ് വേൾഡ് തലത്തിലുള്ള അറബി തമ്പുരാക്കന്മാരുടെ സാംസ്കാരികാധപതനം മുതൽ എല്ലാ കാര്യവും അവിടെ നിന്ന് നേരത്തെ പറഞ്ഞു വെച്ച 14 നൂറ്റാണ്ട് മുമ്പ്, 1400 വർഷം മുമ്പ് പ്രവചിച്ചു വെച്ച കാര്യത്തിലുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാ, അൻ ഉമ്മി ഹബീബത്ത ഉമ്മിൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ, പ്രവാചക പത്നിയായിരുന്ന ഉമ്മു ഹബീബ ബീവി പറയുന്നു, ഇസ്തൈഖലൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിനൻ നൗം, എന്റെ ഊഴമായ ദിവസം, എന്റെ കൂടെ രാപ്പാർത്ത ദിവസം, പുലർവേളയിൽ പ്രഭാത സമയത്ത് സുബഹി നമസ്കാരത്ത് പെട്ടെന്ന് നബി തങ്ങൾ ഞെട്ടി ഉണർന്നു നോക്കുമ്പോ വഹുവ മുഹമ്മറുൻ വജ്ഹുഹു, നബിയുടെ മുഖമാകെ ചുവന്നിരിക്കുന്നു. ആ വദനത്തിലാകെ കടുത്ത ചുകപ്പാണ് ഞാൻ കാണുന്നത്. വഹുവ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്,
അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നബിയുടെ ഭാര്യയായ ഉമ്മു ഹബീബ ബീവി പറയാണ്, നബി തങ്ങൾ പെട്ടെന്ന് ഉറക്കിൽ നിന്ന് ഉണർന്നിട്ട് മുഖമൊക്കെ വല്ലാതെ ചുവന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാണ്. ഈ കാഴ്ച കണ്ട് ഞാൻ ചോദിച്ചു, നബിയെ എന്തുപറ്റി? എനിക്കൊന്നു കേൾക്കണം, അങ്ങേക്ക് എന്തെങ്കിലും പരവേശം വന്നോ, എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത്, അവിടെന്ന് പറഞ്ഞത് ഒരു വഹയിന്റെ സന്ദേശമാണ്. ഒരു വഹയ് ഉറക്കിലും കിട്ടും, ഉണർവിലും കിട്ടും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള അറിയിപ്പുകൾ. ഒരു വഹയിന്റെ സന്ദേശമാണ് എന്നെ അറിയിച്ചത്. എന്താണ്? വൈലുൽ ലിൽ അറബ് മിൻ ശർരിൻ ഖദ് ഇഖ്തറബ. വൈലുൽ ലിൽ അറബ്, അറബികളുടെ നാശം ഖദ് ഇഖ്തറബ, അടുത്തെത്തിയിട്ടുണ്ട്. ഈ അറബികളുടെ നാശം, അറബികളുടെ നാശം വളരെ അടുത്തു തന്നെയുണ്ട്. അവരാ നാശത്തിൽ പെട്ടാൽ കരകയറാൻ പറ്റാത്ത വിധം അവർ നാശത്തിലേക്ക് സഞ്ചരിച്ച് വർത്തമാനകാലത്ത് നാശത്തിന്റെ ഏറ്റവും ഉയർന്ന മേഖലയിൽ അവരെത്തിപ്പെടുന്നതിനുള്ള സൂചന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് നൽകുകയാണ്. ഉസാമ റളിയല്ലാഹു അൻഹു പറയാണ്, അശ്റഫൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉത്തുമിൻ മിൻ ആഖാമിൽ മദീന. മദീനയിലെ ഒരു കുന്നിൻ മുകളിൽ ഞങ്ങൾ നബിയോടൊപ്പം കയറി. കുന്നിൻ മുകളിൽ നോക്കി താഴേക്ക് നോക്കിയാല് കർണാടകയിലെ ചാമുണ്ഡി മലയിൽ നിന്ന് നോക്കിയാലും മധുരയിലെ സിക്കന്ദർ മലയുടെ മുകളിൽ നിന്ന് നോക്കിയാലും നല്ല കാഴ്ചയാണ്. ഒരു പട്ടണം മുഴുവൻ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങും തരത്തിൽ ഇങ്ങനെ നോക്കിക്കാണാം. മദീനയിൽ ഒരു കുന്നിൻ മുകളിൽ കയറി നിന്നപ്പോ അന്നത്തെ അറബികൾ സഹാബത്തൊക്കെ ജീവിക്കുന്ന കുടിലുകളുടെ മേൽക്കൂരകൾ ഇങ്ങനെ കാണുക. ഉസാമ റളിയല്ലാഹു അൻഹു പറയാൻ, ഈ മേൽക്കൂരയുടെ മുകളിലേക്ക് നബി ഇങ്ങനെ മാറി മാറി നോക്കിയിട്ട് ചോദിച്ചു, ഹൽ തറൗന മാ അറാ, ഞാൻ കാണുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങു കാണുന്നത് എങ്ങനെ ഞങ്ങൾ കാണാൻ? ഒരുപാട് വീടുകൾ നമ്മുടെ മദീന കൊച്ചു പട്ടണമൊക്കെ ഞങ്ങളുടെ കണ്ണിൽ കാണുന്നു, അതല്ലാത്തതൊന്നും ഞങ്ങൾക്ക് കാണാനാകുന്നില്ലല്ലോ. ആ സമയത്ത് നബി തങ്ങൾ പറയുന്നു, ഇന്നീല അറൽ ഫിതന തഖൗ ഖിലാല ബുയൂതികും കവഖിൽ മതരി. മഴ വർഷിക്കുന്നത് പോലെ, മഴത്തുള്ളികൾ ഭൂമിയിൽ പതിക്കുന്നത് പോലെ നിങ്ങളുടെ ഭവനങ്ങളുടെ മീതെ വിവിധ ഫിത്നകൾ വർഷിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അമേരിക്കയുടെ സഖ്യശക്തിയുടെ ബോംബ് വർഷം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. നിങ്ങളുടെ ഭവനങ്ങൾക്കു മീതെ വരുന്ന നാശം, മഴത്തുള്ളികൾ വരുന്നത് പോലെ നാശം വരുന്നത് ഞാൻ കാണുന്നു, അള്ളാഹു എനിക്ക് കാണിച്ചു തരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്തിനധികം വർത്തമാനകാലത്തെ ഇറാഖിന്റെ അവസ്ഥ, ഫലസ്തീനിന്റെ അവസ്ഥ ഒക്കെ പറഞ്ഞില്ലേ? ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മുനിഅത്തിൽ ഇറാഖ് ദിർഹമഹാ വഖഫീസഹാ വമുനിഅത്തിശ് ശാം മുദിയഹാ വദീനാറഹാ വഉത്തും മിൻ ഹൈസു ബദഅതും. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്, അന്ന് 14 നൂറ്റാണ്ട് മുമ്പ്, മുനിഅത്തിൽ ഇറാഖ്, ഇറാഖികൾക്ക് തടയപ്പെടും, ദിർഹമഹാ വഖഫീസഹാ, അവരുടെ നാണയങ്ങളും അവരുടെ വിഭവങ്ങളും, അവരുടെ നാട്ടിലുള്ള അവരുടെ കറൻസിയും അവരുടെ നാട്ടിലുണ്ടാകുന്ന വിഭവങ്ങളും അവർക്ക് തടയപ്പെടും. അവരുടെ നാടിന് പുറത്തു നിന്ന് വരുന്ന ശത്രുക്കൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ, അവരുടെ വിഭവങ്ങളൊക്കെ പിടിച്ചു വെച്ചുകൊണ്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കാലം വരും. ആ മണ്ണിൽ വിളയുന്ന വിഭവങ്ങൾ അനുഭവിക്കാൻ സാധിക്കാത്ത കാലം വരും. മുനിഅത്തിൽ ഇറാഖ്, ഇറാഖിന് തടയപ്പെടും. എന്ത്? ദിർഹമഹ വഖഫീസഹ. ദിർഹം എന്ന് പറയുന്നത് അവരുടെ കറൻസി, ഖഫീസ് എന്ന് പറയുന്നത് അവരുടെ ഒരു തൂക്കം, അളവാണ്. അത് അവരുടെ വിഭവങ്ങളെ സൂചിപ്പിക്കുന്ന പദപ്രയോഗമാണ്. അവരുടെ വിഭവങ്ങളും അവരുടെ പണവും അവർക്ക് തടയപ്പെടും. മാത്രമല്ല ഷാമിനും ഈ ദുരവസ്ഥ വരും. ഏതാണ് അന്നത്തെ ഷാമ്? ഫലസ്തീനും ജോർഡാനും സിറിയയും ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശം, ഫലസ്തീനുള്ള മേഖല, അതിനാ ഷാമു എന്ന് പറയുന്നത്. ആ ഷാമിനും തടയപ്പെടും. എന്ത്?
മുദിയഹാ വദീനാറഹാ, അവരുടെ ദീനാറും അവരുടെ വിഭവങ്ങളും അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കാലം ഫലസ്തീനികൾക്ക് വരും. തുടർന്ന് പറയാണ് നബി, വഉത്തും മിൻ ഹൈസു ബദഅതും, നിങ്ങൾ തുടങ്ങിയ അങ്ങോട്ട് നിങ്ങൾ മടങ്ങിപ്പോകും. നിങ്ങളുടെ തുടക്കകാലത്തെ അവസ്ഥയിലേക്ക് അവസാന കാലത്തുള്ള മുസ്ലിമീങ്ങൾക്ക് മടങ്ങിപ്പോകേണ്ടി വരും. എന്താണ് പറഞ്ഞത്? തുടക്കകാലത്തെ അവസ്ഥ എന്താണ്? ഇസ്ലാമിന്റെ ആദ്യകാലത്ത് സത്യവിശ്വാസികളായ ആളുകൾ മുസ്ലിമീങ്ങളായതിന്റെ പേരിൽ സ്വന്തം നാടുകളിൽ അന്യരെ പോലെ കഴിഞ്ഞുകൂടേണ്ടി വന്നല്ലോ. സ്വന്തം നാട്ടിലെ മക്കയില് ആദ്യകാലത്ത് നബിയും സഹാബത്തും എങ്ങനെയാണ് അവിടെ കഴിഞ്ഞത്? അന്യരെ പോലെ, വിദേശികളെ പോലെ സ്വന്തം ജനിച്ചു വളർന്ന മക്കയിൽ അവർ ജീവിച്ചു ഇല്ലേ? അതാണ് പറയുന്നത്, സ്വന്തം നാട് അന്യമാകുന്ന അവസ്ഥ, സ്വന്തം ധനം അന്യമാകുന്ന അവസ്ഥ, അത് ആദ്യകാലത്തുണ്ടായിരുന്നു, നിങ്ങൾ അനുഭവിച്ചു. ആ അവസ്ഥയിലേക്ക് പിൽക്കാലത്തുള്ള ആളുകൾ വിശ്വാസികളായതിന്റെ പേരിൽ തിരിച്ചു പോകേണ്ടി വരും. മുൻഗാമികൾ അനുഭവിച്ചത് ചരിത്രത്തിലെ എക്കാലത്തെയും കറുത്ത അധ്യായങ്ങളാണ് അല്ലേ? ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ അടിമയായിരുന്നു സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. മുസ്ലിമായ ഒറ്റ കാരണത്താൽ ആ മണലാരുണ്യത്തിൽ ചുട്ടുപഴുത്ത മണലിൽ മലർത്തി കിടത്തി ദ്രോഹിച്ചു, മർദ്ദിച്ചു. മർദ്ദനം സഹിക്കാൻ വയ്യാതെ ദാഹിച്ച് പരവശരായപ്പോ സയ്യിദുനാ ബിലാൽ വായ തുറന്ന് പറഞ്ഞു, ഉമയ്യത്ത് എന്ന യജമാനനോട് ഒരൽപ്പം വെള്ളം ഇങ്ങ് തരൂ എന്ന് പറഞ്ഞപ്പോ ആ ദുഷ്ടൻ എന്താണ് ചെയ്തത്? മുണ്ട് പൊക്കിയിട്ട് ഫബാല ഇലാ ഫമി ബിലാൽ, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വായയിലേക്ക് മൂത്രമൊഴിച്ചു ഇല്ലേ? ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ ആ മണലാരുണ്യത്തിലൂടെ നട്ടുച്ച സമയത്ത് കാലിൽ പിടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോയി ദ്രോഹിച്ചത് മറ്റൊരു കാരണത്താലല്ല, മുസ്ലിമായ കാരണത്താൽ. സയ്യിദത്തുനാ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ ആ മഹദിയെ അക്കാലത്തുള്ള അക്രമികൾ ദ്രോഹിച്ചു എന്ന് മാത്രമല്ല, മർദ്ദിച്ചിട്ട് മതിവരാഞ്ഞിട്ട് ആ മഹദിയുടെ ജനനേന്ദ്രിയത്തിൽ അവർ ഇരുമ്പ് ദണ്ട് കുത്തിയിറക്കിയില്ലേ? ഇതൊക്കെ എന്തേ കാരണം? ഇതൊക്കെ മുൻഗാമികൾ അനുഭവിച്ച ചില വസ്തുതകളാണ്. തുടക്കകാലത്തുണ്ടായ അനുഭവം പിൽക്കാലത്ത് അവസാന കാലത്തും നിങ്ങൾക്കുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതാണ് പറയുന്നത്, ബദഅൽ ഇസ്ലാമു ഗരീബാ, ഒരു വിദേശിയെ പോലെയായിരുന്നു ഇസ്ലാമിന്റെ തുടക്കം. ഇന്ന് ഇപ്പോൾ നിങ്ങൾ ശക്തരായി, നിങ്ങൾ സ്വയം പര്യാപ്തരായി, നിങ്ങൾ സംഘടിത ബലമുള്ളവരായി. വസയഊദു കമാ ബദഅ, തുടക്കകാലത്തേക്ക് ഈ ദീൻ ഇനി മടങ്ങിപ്പോകുന്ന ഒരു യുഗം വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇങ്ങനെ എന്തിനധികം നമ്മളൊക്കെ കണ്ട, നമ്മളൊക്കെ കേട്ട ഈ ഉപരോധത്തിന്റെ കഥ വരെ അവിടെന്ന് പറഞ്ഞല്ലോ. സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, യൂശികു അഹ്ലുൽ ഇറാഖ് അല്ലാ യുജ്തബാ ഇലൈഹിം ഖഫീസുൻ വലാ ദിർഹമുൻ. ഇറാഖികൾക്ക് ഒരു കാലം വരുന്നു. യൂശികു അഹ്ലുൽ ഇറാഖ്, ഇറാഖിലെ ജനങ്ങൾക്ക് ഒരു കാലം വരുന്നുണ്ട്. ഏതാ കാലം? അല്ലാ യുജ്തബാ ഇലൈഹിം ഖഫീസുൻ വലാ ദിർഹമുൻ. ആ നാട്ടിലേക്ക്, ഇറാഖിലേക്ക് പുറം രാജ്യങ്ങളിൽ നിന്ന്, നാടുകളിൽ നിന്ന് പണമോ ചരക്കുകളോ വരാത്ത കാലം, തടയപ്പെടുന്ന കാലം. അതെ, അല്ലാ യുജ്തബാ ഇലൈഹിം, അവരിലേക്ക് വലിച്ചു കൊണ്ടുവരപ്പെടാത്ത കാലം, അവരിലേക്ക് കൊണ്ടുവരാൻ അനുവാദം കിട്ടാത്ത കാലം, പണവും ചരക്കുകളും വരാത്ത കാലം വരുന്നു. ഇത് കേട്ടപ്പോ സഹാബത്ത് ചോദിച്ചു, മിൻ ഐന ദാക യാ റസൂലല്ലാഹ്, ആരാണ് അവർക്ക് ഭക്ഷണവും പണവും നിഷേധിക്കുന്നത്? ഏതു ഭാഗത്തു നിന്നാണ് അവരെ പട്ടിണി കിടന്ന് ഇടുന്നത്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മിൻ ഖിബലിൽ അജമി യംനഊന ദാക്. അറബികളല്ല അതിന്റെ പിന്നിൽ, അനറബികളായ ഒരു വിഭാഗം. യൂറോപ്യരെ സൂചിപ്പിക്കുന്ന പദപ്രയോഗം അജം, അറബി ഈ ഭൂഖണ്ഡത്തിലെ ഏഷ്യയിലെ ആളുകൾ തന്നെയല്ല, അജം, അനറബികളായ ഒരു ശക്തിയായിരിക്കും അതിന്റെ പിന്നിൽ. 1991 മുതൽ ഇറാഖ് എന്ന് പറയുന്ന രാഷ്ട്രം ഉപരോധത്തിന്റെ പിടിയിലമർന്ന് ആ രാഷ്ട്രം ചക്രശ്വാസം വലിച്ചു. ഒരുപാട് മുസ്ലിമീങ്ങൾ ഭക്ഷണവും മരുന്നും കിട്ടാതെ ആ മണ്ണിൽ തന്നെ മരിച്ചു വീണു.
അവസാനം ഈ ശക്തികളാൽ ആ രാഷ്ട്രം തകർക്കപ്പെട്ടു. എന്നും ആ തകർച്ചയിൽ നിന്ന് കരകയറിയിട്ടില്ല. അല്ലേ? നബി തങ്ങൾ പറഞ്ഞു, അവരിലേക്ക് ഉപരോധം വരുന്ന കാലം തീർന്നില്ല. വയൂശികു അഹ്ലുശാം അല്ലാ യുജ്തബാ ഇലൈഹിം ദീനാറുൻ വലാ മുദിയുൻ. ഫലസ്തീനിന്റെ മണ്ണിലേക്ക്, സിറിയയുടെ മണ്ണിലേക്ക് പുറം രാജ്യങ്ങളിൽ നിന്ന് ഭക്ഷണവും മരുന്നും പണവും എത്താത്ത ഒരു കാലം, അങ്ങോട്ട് അതൊന്നും കടന്നു വരാൻ അനുവദിക്കപ്പെടാത്ത ഒരു കാലം വരുന്നുണ്ട്. സഹാബത്ത് ചോദിച്ചു, ഫലസ്തീനിന്റെ മണ്ണിലേക്ക് ഭക്ഷണവും പണവും വരാത്ത കാലമോ? മിൻ ഐനദാ, ആരായിരിക്കും അതിന്റെ പിറകിൽ? നബി തങ്ങൾ പറഞ്ഞു, മിൻ ഖിബലിർ റൂം. മിൻ ഖിബലിർ റൂം, ജൂത ക്രൈസ്തവ ശക്തികളുടെ ഭാഗത്ത് നിന്ന്, ആ സഖ്യശക്തികളുടെ ഭാഗത്ത് നിന്നായിരിക്കും ഈ ഒരു ദുരവസ്ഥ അവർക്ക് വന്നു ഭവിക്കുന്നത്. ഫലസ്തീനിന്റെ കാര്യത്തിൽ വേറെ പലതും പറഞ്ഞിട്ടുണ്ട്. ഷാമിൽ ഒരു ഫിത്ന വന്നു ഭവിക്കും. യുറദ്ദദു ഫീഹാ കമാ യുറദ്ദദുൽ മാഉ ഫിസ്സിഖാ. തോൽപാത്രത്തിൽ വെള്ളം ചലിക്കുന്നത് പോലെ ഫിത്ന ഫലസ്തീനിന്റെ മണ്ണിൽ കിടന്ന് ചലിക്കും. തോൽപാത്രം എന്ന് പറയുന്നത് പണ്ട് അലൂമിനിയത്തിന്റെ, ഇരുമ്പിന്റെ വലിയ പാത്രം, സ്റ്റീലിന്റെ പാത്രമൊന്നും ഇല്ലായിരുന്നു. അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രം തോൽപാത്രം, നമ്മുടെ പഞ്ചസാര ചാക്ക് പോലത്തെ തോലിന്റെ വലിയ പാത്രം. എന്നിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് മുകൾ ഭാഗം കെട്ടിക്കൊടുക്കല. ഫുള്ളാക്കി കെട്ടൂല, കുറച്ച് ലൂസാക്കിയാ കെട്ടുക. അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെ വെച്ചാലും ആ സാധനം ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. ഇളകുന്ന സാധനം വെളിയിൽ പോല, അതിന് അകത്ത് കിടന്നിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. നബി തങ്ങൾ ഉപമ പറയാണ്, ഫലസ്തീനിന്റെ മണ്ണിൽ വരുന്ന ഫിത്ന യുറദ്ദദു ഫീഹാ, ആ നാട്ടിൽ കിടന്ന് ചലിക്കും. കമാ യുറദ്ദദുൽ മാഉ ഫിസ്സിഖാ, തോൽപാത്രത്തിൽ വെള്ളം കിടന്ന് ചലിക്കുന്നത് പോലെ വെളിയിലേക്ക് പോകാതെ ആ നാട്ടിൽ തന്നെ ഫിത്ന കിടന്ന് കളിക്കും. അങ്ങനെ ഫിത്ന കഴിഞ്ഞ് യുദ്ധക്കെടുതിയാൽ ജനങ്ങളാകെ ബുദ്ധിമുട്ടി. വഅൻതും നാദിമൂന ബിൽ ജൂഇ ശദീദ്, കനത്ത വിശപ്പ് കൊണ്ട് നിങ്ങളൊക്കെ ഖേദിക്കും. ആ നാട്ടിൽ അന്നം ഉണ്ടാവൂല. അങ്ങനെയാകുമ്പോ ഫയകൂനു റീഹുൽ ഖുബ്സി അത്യബ മിൻ റീഹിൽ മിസ്കി, കസ്തൂരിയുടെ സൗരഭ്യത്തെക്കാൾ, സുഗന്ധത്തെക്കാൾ അക്കാലത്ത് ജീവിക്കുന്ന ആ നാട്ടിലെ മനുഷ്യന്മാർ ഇഷ്ടപ്പെടുന്നത് റൊട്ടിയുടെ വാസന മണമായിരിക്കും. കസ്തൂരിയുടെ നല്ല പെർഫ്യൂമിന്റെ മണം കിട്ടുന്നതിലേറെ അവർക്ക് ഇഷ്ടപ്പെടുന്ന വാസന ഏതറിയോ? മണം ഏതറിയോ? റൊട്ടിയുടെ മണം. എന്ന് വെച്ചാൽ അത്രയും കഠിനമായ വിശപ്പ്. നമ്മൾ വായിച്ചില്ലേ, നജഫിലെയും ബഗ്ദാദിലെയും മുസ്ലിം വനിതകൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി അവരുടെ മാനം വിറ്റ വാർത്ത വായിച്ചവരാണ് നമ്മളൊക്കെ. പശ്ചിമേഷ്യയിൽ, ഇറാഖിൽ, ഫലസ്തീനിൽ, അഫ്ഗാനിസ്ഥാനിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ഉപജീവന മാർഗമായി ശരീരം വിൽക്കുന്ന മുസ്ലിം വനിതകൾ 30% എന്നതാണ് ഏറ്റവും പുതിയ കണക്ക്. പട്ടിണി കാരണത്താൽ. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, സുഗന്ധം കിട്ടുന്നതിലേറെ, കസ്തൂരിയുടെ സൗരഭ്യം ആസ്വദിക്കുന്നതിലേറെ അവർ താല്പര്യപ്പെടുന്നത് ഒരു റൊട്ടിയുടെ മണം കിട്ടാനാണ്. മണം പോലും കിട്ടൂല. ഈ പൈശാചിക ശക്തിയുടെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കേണ്ട ഗതികേട് അവർക്ക് വന്നു ഭവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ അവസ്ഥ എവിടെ ചെന്നെത്തുക? ഇതിന്റെ പര്യവസാനം എവിടെയെന്നറിയോ? അതും കൂടി പറഞ്ഞു തന്നു. قال رسول الله صلى الله عليه وسلم عمران بيت المقدس خراب يثرب وخراب يثرب خروج الملحمة. ഇമ്രാനു ബൈത്തുൽ മുഖദ്ദസ്. ശ്രദ്ധിച്ചോ, ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗങ്ങളിൽ രൂപപ്പെടുന്ന ഒരു പുതിയ നാഗരികത, ഇസ്ലാമിന്റേതല്ലാത്ത ഒരു പുതിയ സംസ്കാരം. മസ്ജിദുൽ അഖ്സ എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഫലസ്തീനിൽ. ഈ മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗങ്ങളിൽ രൂപപ്പെടുന്ന ഒരു പുതിയ സംസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇമ്രാനു ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗത്ത് രൂപപ്പെടുന്ന പുതിയ സംസ്കാരം, ഇസ്ലാമിന്റേതല്ലാത്ത നാഗരികത. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹദ്ദിസുകൾ അതിന്റെ താഴെ വ്യാഖ്യാനം എഴുതി. ഇമ്രാനുഹാ മിൻ ഐദിൽ യഹൂദ്, ജൂതന്മാരാൽ ആയിരിക്കും അവിടെ പുതിയ സംസ്കാരം വരിക. അന്ന് പലസ്തീനിന്റെ മണ്ണിൽ ഇസ്രായേലികൾ കടന്നു കയറിയിട്ടില്ല.
അന്ന് നമ്മുടെ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തി ഇമ്രാനുഹാ മിൻ ഐദിൽ യഹൂദ്, ജൂതന്മാരുടെ നാഗരികത പുണ്യപള്ളിയുടെ ചുറ്റുഭാഗത്ത് രൂപപ്പെട്ടാൽ ഖറാബു യസ്രിബ്, അത് മദീനയുടെ തകർച്ചയിലേ അവസാനിക്കൂ. പുണ്യമദീനയുടെ തകർച്ചയിലേ അത് പര്യവസാനിക്കുകയുള്ളൂ. വഖറാബു യസ്രിബ്, യസ്രിബിന്റെ തകർച്ച, മദീനയുടെ തകർച്ച ഖുറൂജുൽ മൽഹമ, വിപ്ലവത്തിന്റെ തുടക്കമായിരിക്കും. ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണിത്. എന്താണ് ഇന്ന് മദീനയുടെ ഭരണം? എങ്ങനെയാണ് മദീനയുടെ ഭരണം? ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് നേരത്തെ തകർന്നു പോയിട്ടുണ്ട്. എന്ത് ഖാദിമുൽ ഹറമൈനി ഷരീഫൈൻ എന്നൊക്കെ ഓമന പേരിട്ട് വിളിച്ചാലും ശരി, ഇതിപ്പോ അവിടെ പോയി ഞാൻ പ്രസംഗിച്ചാൽ എന്റെ തല അടുത്ത നിമിഷം കാണൂല. എന്നാൽ ഇത് വസ്തുതയാണ്, നമുക്ക് അവഗണിക്കാൻ പറ്റാത്ത സത്യമാണിത്. ആ ഒരു സംസ്കാരം ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗങ്ങളിൽ രൂപപ്പെടുന്ന ഇസ്ലാമേതര സംസ്കാരം ഖറാബു യസ്രിബ്, മദീനയുടെ തകർച്ചയിലാണ് അവസാനിക്കുക. അല്ലേ? ഈ നരനായാട്ട് നടത്തിയിട്ട് മുസ്ലിമീങ്ങളെ പച്ചക്ക് ചുട്ടുകൊന്നിട്ട് ബോംബിട്ട് കൂട്ടക്കൊല നടത്തിയിട്ട് മദീനയുടെ ഭരണാധികാരികൾ ജീവച്ഛവങ്ങളായി പ്രതികരണശേഷി നഷ്ടപ്പെട്ട് കഴിഞ്ഞുകൂടുമ്പോ എത്രത്തോളം സുബഹി നമസ്കാരം കഴിഞ്ഞ് തന്റെ മുന്നിൽ വന്നിരിക്കുന്ന വിശ്വാസികൾക്ക് ദീനിന്റെ വെളിച്ചം പകർന്നുകൊടുത്ത്, മുന്നിലുള്ള ശിഷ്യന്മാർക്ക് ദീനിന്റെ ബാലപാഠം, ഇസ്ലാമിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത്, വികലാംഗനായ ഷെയ്ഖ് അഹ്മദ് യാസീൻ എന്ന് പറയുന്ന മുസ്ലിം ലോകത്തെ പ്രസിദ്ധനായിരുന്ന പണ്ഡിതൻ, വന്യവയോധികനായിരുന്ന പണ്ഡിതൻ, വികലാംഗനായിരുന്ന പണ്ഡിതൻ, മുസ്ലിം ലോകം ആദരിച്ചിരുന്ന അഹ്മദ് യാസീൻ എന്ന പണ്ഡിതൻ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് സുബഹി നമസ്കാരവും ദീനി ക്ലാസും കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ ഇസ്രായേൽ പട്ടാളം ആ മനുഷ്യന്റെ നേരെ ബോംബിട്ട് ആ മനുഷ്യനെ കൊന്നു. പുണ്യശരീരം ഛിന്ന ഭിന്നമായി തെറിച്ചു. ഇത് കണ്ടിട്ട് പോലും മദീനയുടെ ഭരണാധികാരികൾ നിർത്തുകാട്ടാള, നിന്റെ ഈ കൊള്ളരുതായ്മ എന്ന് പറയാനുള്ള ആർജവം അവർ കാണിച്ചോ? അവർക്കപ്പോഴും സുഖിക്കുകയല്ല വേണ്ടത്, അറബി തമ്പുരാക്കന്മാർക്ക് സുഖിക്കല്ല വേണ്ടത്. ഇതെവിടെയാണ് ചെന്നെത്തുക? മുത്തുനബി പറയുന്നു ഖറാബു യസ്രിബ്, യസ്രിബിന്റെ തകർച്ചയിൽ, മദീനയുടെ തകർച്ചയിലാണ് ഇത് അവസാനം ചെന്നെത്തുക. അവസാനം മദീന തകരുമ്പോ ഖുറൂജുൽ മൽഹമ, വിപ്ലവം പൊട്ടിപ്പുറപ്പെടും. മദീനയുടെ തകർച്ച കണ്ടിട്ടാണ് ഇന്ന് വിപ്ലവങ്ങൾ വരുന്നത്. അൽ ഖായിദകളും ലാഡന്മാരും വരുന്നത് ഖുറൂജുൽ മൽഹമ, ഓരോ അവരുടെ രാജ്യത്ത് വിപ്ലവങ്ങൾ അരങ്ങേറും. അവസാനം ഇമാം മഹ്ദിയുടെ കാലം വരുമ്പോഴാ ഇതിനൊക്കെ ഒരു ശാന്തമായ ചുറ്റുപാടുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് മദീന തകരുക? അതിനൊരു തകർച്ച ഉണ്ടോ? ഉണ്ട് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് അവിടുത്തെ മുന്നറിയിപ്പുകളൊക്കെ പഠിക്കുമ്പോ, ഇതിങ്ങനെ നടക്കുമ്പോ വിശ്വാസിക്ക് ഈമാൻ വർദ്ധിക്കും. പഠിച്ചോനെ, മദീനയും തകരുവോ? എന്നാ പിന്നെ ഇനിയിപ്പോ നമ്മളെന്തിനാ ജീവിക്കുന്നത്? ഇസ്ലാം മതം ശരിയാ അല്ലാതിരിക്കുവോ? ഇങ്ങനെ പിശാചിന്റെ വസ്വാസ് വരാ. പുണ്യ നഗരങ്ങളിൽ മുസ്ലിമീങ്ങൾ ഇങ്ങനെ കൊല്ലപ്പെടുമ്പോ ഹറമിൽ എന്ന് തുടങ്ങിയ പ്രാർത്ഥന, ഫലസ്തീനികൾക്ക് വേണ്ടി, കാശ്മീരികൾക്ക് വേണ്ടി എന്ന് തുടങ്ങിയതാ നമ്മുടെ കേന്ദ്ര പള്ളിയിൽ പ്രാർത്ഥന. 2 ഹറമിലും പ്രാർത്ഥന നടക്കണില്ലേ? ഇങ്ങനെയൊക്കെ ദുആ ചെയ്തിട്ട് പഠിച്ചല്ലേന്നാവോ? അല്ലെങ്കിൽ ഉണ്ടായിട്ട് ഈ ചങ്ങാതിമാരൊക്കെ മോശക്കാരായിട്ടാന്നോ ആവോ? ഇങ്ങനെയുള്ള വസ്വാസുകൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടായി കിട്ടാൻ ഈ മുന്നറിയിപ്പുകളെ കുറിച്ച് പഠിക്കുന്ന വേണം. ഇത് നമുക്ക് പഠിക്കാൻ വേണ്ടിയാ നബി തങ്ങൾ അറിയിച്ചു തന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗവും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അന്ത്യദിനത്തെ കുറിച്ച് പറയണം. അള്ളാഹു ഇത്തരം ഫിത്തറുകളിൽ നിന്നൊക്കെ ഈ സമൂഹത്തെ നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പെരുമ്പാവൂർ ടൗൺ ജുമാ മസ്ജിദ് ഇമാം ഉസ്താദ് ശിഹാബുദ്ദീൻ ഫൈസിയുടെ പ്രഭാഷണമാണ് നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രമുഖ ബ്രാൻഡുകളുടെ ജെൻസ്വെയർ ഷോറൂമായ ന്യൂക്ലിയസ് പെരുമ്പാവൂർ. ബ്രാൻഡഡ് ഷർട്ട്, പാന്റ്സ്, ജീൻസ് തുടങ്ങി പുരുഷന്മാർക്ക് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളുടെയും ഒരു കംപ്ലീറ്റ് ഷോപ്പ്. ന്യൂക്ലിയസ് ജെൻസ്വെയർ, ടൗൺ ജുമാ മസ്ജിദിന് സമീപം, AM റോഡ്, പെരുമ്പാവൂർ.